Hi friends, welcome back to my channel. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സൂപ്പർ ക്യൂട്ട് ബേബി ഫ്രോക്ക് കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിങ്ങുമായാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് അടുത്തുള്ള കുഞ്ഞു ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. 1 മീറ്റർ തുണി വെച്ചാണ് ഞാൻ ഈ ബേബി ഫ്രോക്ക് തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്ക്കുന്നത്, ഇതിൻ്റെ മെഷർമെൻറ്റ്സ് എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് ഞാൻ ഈ തുണി വെച്ചാണ് തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് ഭാഗത്ത് വെക്കേണ്ട ലൈനിങ്ങിന് ഞാനൊരു ബ്ലാക്ക് ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. ഇതിന് മാച്ച് ചെയ്യുന്നൊരു ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ബ്ലാക്ക് ക്ലോത്തിലാണ് ഞാൻ ഇതിൻ്റെ ടോപ്പ് മെഷർമെൻറ്റ്സ് അടയാളപ്പെടുത്തുന്നത്. അതിനുശേഷം ഇതിൻ്റെ ഈ നല്ല തുണി നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി. ആദ്യം ഇതിൻ്റെ ഫ്രണ്ട് പാർട്ട് ലൈനിങ് ആണ് ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മെഷർമെൻറ്റ്സ് ഒന്ന് അടയാളപ്പെടുത്താം. ഇതിൻ്റെ നെക്ക് 2 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ ഷോൾഡർ ഒരു 4.5 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ആം ഹോൾ ഒരു 4.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ ചെസ്റ്റ് ഞാനൊരു 7 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ടോപ്പിൻ്റെ ഇറക്കം 9.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. ടോപ്പിൻ്റെ താഴെ വണ്ണം ഞാനൊരു 6.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് പാർട്ട് ഇറക്കം 3 ഇഞ്ചാണ് ഞാൻ കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ ഇവിടെ ഒരു 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ആം ഹോൾ കർവ് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചും ഇതിൻ്റെ ബാക്ക് പാർട്ടും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം ബാക്ക് പാർട്ട് കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ തേര് വശം ഇതുപോലെ വരികയാണെങ്കിൽ നമുക്ക് ബാക്ക് പാർട്ട് കുടുക്ക് വെക്കുവാൻ വേണ്ടി കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഭാഗത്ത് ആദ്യം ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്തൊന്ന് നീട്ടി വരക്കാം. അതിനുശേഷം ചെയ്യേണ്ടത് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഫ്രണ്ട് പീസ് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുത്ത് ഇതിൻ്റെ ബാക്ക് നെക്കിൻ്റെ അളവ് മാത്രം മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു ബാക്ക് നെക്കിനെ ഞാനൊരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ബാക്ക് നെക്ക് ഒരു 1.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഷേപ്പിൽ നമുക്കൊന്ന് വരച്ചു കൊടുത്ത് ഇതിൻ്റെ ഷേപ്പ് ഒന്ന് മൊത്തം ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് പാർട്ടും കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും വെച്ച് ഇതിൻ്റെ നല്ല പീസ് ഈ തുണി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ താഴെ ഭാഗത്തെ അളവൊന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ഫ്രണ്ട് പാർട്ട് ഈ ലൈനിങ് വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ 2 ലൈനിങ് വെച്ച് ഇതിൻ്റെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്.
താഴെ ഞാൻ ലൈനിങ് വെക്കുന്നില്ല, ലൈനിങ് വെക്കാതാണ് തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ താഴെ ഭാഗത്തിന് വേണ്ടി ഒരു 17 ഇഞ്ച് ഇറക്കവും 20 ഇഞ്ച് വീതിയുമുള്ള ഒരു തുണിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിൻ്റെ 2 പീസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ചുരുക്ക് വെച്ച് കൊടുക്കാനും ബാക്ക് ഭാഗം ചുരുക്ക് വെച്ച് കൊടുക്കാനും. ഇപ്പം ഞാൻ 2 സെപ്പറേറ്റ് എടുത്തിട്ട് അതിൻ്റെ സെപ്പറേറ്റ് ടോപ്പുമായി യോജിപ്പിച്ചാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം ചെയ്യേണ്ടത് ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശം മുകളിൽ വെക്കുക. അതിൻ്റെ മുകളിൽ ലൈനിങ് വെച്ച് ഇതിൻ്റെ കഴുത്തിൻ്റെ ഭാഗവും ഇതിൻ്റെ ആം ഹോളിൻ്റെ ഭാഗവും ഒരു 1/4 ഇഞ്ച് സീം അലവൻസ് ഇട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ സൈഡ് ഭാഗം ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യേണ്ട, പിന്നീട് സ്റ്റിച്ച് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് പാർട്ടും ഇതുപോലെ നല്ല വശം മുകളിൽ വെച്ച് അതിൻ്റെ മുകളിൽ ലൈനിങ് വെച്ച് ആം ഹോളിൻ്റെ ഭാഗവും കഴുത്തിൻ്റെ ഈ ഭാഗവും സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ കുടുക്ക് വെക്കുന്ന ഈ ഭാഗം ഒരു 1/4 ഇഞ്ച് സീം അലവൻസ് ഇട്ട് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ കട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിനെ ലൈനിങ്ങിനെ ഉള്ളിലേക്ക് മറിച്ചിടുക. അതിനുശേഷം ഇതിൻ്റെ ഷോൾഡറുകൾ തമ്മിലൊന്ന് കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പം നേരത്തെ മാർക്ക് ചെയ്ത ലൈനിലേക്ക് കൂടി ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഈ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഉള്ളിലേക്ക് കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതിനെ ലൈനിങ്ങിനെ ഉള്ളിലേക്ക് മറിച്ചിടുകയാണ് ചെയ്യേണ്ടത്. ഇതിൻ്റെ കോൺ ഭാഗങ്ങളിൽ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം, അല്ലെ ആ ഷേപ്പ് നിങ്ങൾക്ക് കിട്ടില്ല. ഇനി ഇതിനെ മറിച്ചിടാം. ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ലൈനിങ് ഉള്ളിലേക്ക് വന്നിട്ടുണ്ടാവും. മറ്റേ പാർട്ടും ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പാർട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെയാണ് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ കൈ ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടി ഇട്ട് ഇതിൻ്റെ ഈ ഫ്രണ്ട് പാർട്ടിൻ്റെ ഈ ഷോൾഡർ ഭാഗം ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടി പുറത്തേക്ക് എടുക്കണം. അതിനുശേഷം ഇതിനെ ഇതുപോലെ ഇങ്ങനെ എടുത്ത് ഇതുപോലെ ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തിൻ്റെ ഷോൾഡർ ഈ ഷോൾഡറിൻ്റെ ഉള്ളിൽ വരണം. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ വെച്ച് ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എത്രയാണോ സീം അലവൻസ് വേണ്ടത് അത്രയും സീം അലവൻസ് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ജോയിൻ ചെയ്ത് വെച്ച സ്റ്റിച്ച് പുറത്ത് കാണില്ല. ഈ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ മറ്റേ സൈഡും ചെയ്ത് കൊടുക്കുക.
അതിനുശേഷം ഇതിൻ്റെ ഈ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതിനെ ഇങ്ങനെ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് ഒന്നും പുറത്ത് കാണില്ല. അപ്പോൾ ഇതുപോലെ മറ്റേ സൈഡും ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഈ ഭാഗവും ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇതിനെയും ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക. ഇതും ഇതുപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നല്ല നീറ്റായിട്ടുണ്ടാവും ഇതിൻ്റെ ഷോൾഡർ ഭാഗം. ഇനി ഇതിൻ്റെ ഹുക്സ് വെച്ച് കൊടുക്കുന്ന ഭാഗം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാർട്ട് അടിയിൽ വെച്ച് മറ്റേ പാർട്ട് ഇതിൻ്റെ മുകളിൽ ഒരു 1/2 ഇഞ്ചോളം കയറ്റി വെച്ച് കൊടുത്ത് ഈ ഭാഗം ഒന്ന് ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹുക്സിൻ്റെ ബാക്ക് ഭാഗം ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടോപ്പ് പാർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഞാനൊരു ബാൻഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2.5 ഇഞ്ച് വീതിയുള്ള ഒരു തുണി എടുത്തു. അതിനുശേഷം ഒരു 2 ഇഞ്ച് വീതി വരുന്ന രീതിയിൽ ഇതിൻ്റെ ഇവിടെ വെച്ച് ഒന്ന് ഉള്ളിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇതിലേക്ക് ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെച്ച് ഇതിൻ്റെ അടിഭാഗത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് ഒന്നും പുറത്ത് കാണില്ല. അതിനുശേഷം ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. ഇനി ഇതിൻ്റെ താഴെ ഭാഗത്ത് ചുരുക്ക് വെച്ച് കൊടുക്കണം. ഞാൻ മുഴുവനായി വെച്ച് കൊടുക്കുന്നില്ല, ഒരു ബോക്സ് പ്ലീറ്റ് മാത്രമേ വെച്ച് കൊടുക്കുന്നുള്ളൂ ഫ്രണ്ടിലും ബാക്കിലും. അപ്പോൾ അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇത് ടോട്ടൽ 20 ഇഞ്ചാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക, 10 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്യുക. അതിൻ്റെ 2 വശത്തേക്കും 2.5 ഇഞ്ച് വീതം മാർക്ക് ചെയ്യാം. ആദ്യം ചെയ്യേണ്ടത് ഈ സെൻറ്റർ ഭാഗത്തിൻ്റെ മുകളിലേക്ക് ആദ്യം നമ്മൾ 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത ആ പോയിൻ്റ് എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ച് ഇവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മറ്റേ സൈഡിലേക്ക് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പോയിൻറ്റും ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ച് പിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പാർട്ടിൻ്റെ ബോക്സ് പ്ലീറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടോപ്പ് വൈ കൂട്ടി യോജിപ്പിക്കുക മാത്രമേ ചെയ്യേണ്ടൂ. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് പാർട്ടിലും സെൻറ്റർ മാർക്ക് ചെയ്യാം. അതിനുശേഷം 2 സൈഡിലോട്ടും 2.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ ബോക്സ് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. അപ്പം ആദ്യത്തെ പോയിൻറ്റിനെ ഇതിൻ്റെ സെൻറ്റർ പോയിൻറ്റിൻ്റെ മുകളിൽ വെച്ച് ഇതുപോലെ പിൻ ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത പോയിൻറ്റിനെയും ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് പിൻ ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്കൊന്ന് മുകളിലേക്ക് കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതെങ്ങോട്ട് മാറിപ്പോവില്ല. 2 പാർട്ടും ഇതുപോലെ ജോയിൻ ചെയ്തതിന് ശേഷം മുകളിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇവിടെയും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടോപ്പ് പാർട്ടുമായി ഇതിനെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ബോക്സ് പ്ലീറ്റ് കൊടുത്ത ഈ തുണിയെ ഇതിൻ്റെ ബാക്ക് ഭാഗം ഇതുപോലെ ഇതിൻ്റെ സെൻറ്ററും ഒരുപോലെ വരുന്ന രീതിയിൽ ഇതുപോലെ ഇങ്ങനെ വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ബാക്കി ഭാഗം ഇതുപോലെ കുറച്ച് ബാക്കി ഭാഗം വരും, അതിനെ ഒന്ന് ചെരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്ക് സൈഡിലും ചെയ്ത് കൊടുക്കാം.
ഇനി ഇതിൻ്റെ എക്സ്ട്രാ ഇത്രയും ഭാഗം കട്ട് ചെയ്ത് കളയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ താഴെ ഭാഗത്ത് നിന്ന് ഇതിൻ്റെ എത്രയാണോ കട്ട് ചെയ്യേണ്ടത് ആ ഭാഗത്തേക്കൊന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് കൂടി ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചെരിച്ചിട്ടാണ് ഇത് വരച്ചു കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനൊരു ഷേപ്പ് ഉണ്ടാവും. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ സൈഡ് ഭാഗം ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ സീം അലവൻസ് ഇതുപോലെ ഷേപ്പിൽ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. താഴേക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാനിവിടെ ഒരു ഇഞ്ചോളം സീം അലവൻസ് കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ ഒരു അര ഇഞ്ച് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഷേപ്പ് കിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ അടിഭാഗം നമുക്കൊന്ന് മടക്കി തയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് ഹുക്സ് വെച്ചെടുക്കാൻ വേണ്ടി ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താഴെ ഭാഗം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തും ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സൈഡ് കൂട്ടി യോജിപ്പിച്ചു. ഇതിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ മടക്കി തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രോക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ഗിവ് അവേ ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണിത്. കഴിഞ്ഞ വീഡിയോയിൽ ഗിവ് അവേനെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പുതുതായി ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്തതിന് ശേഷം ഷെയർ എന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെയും ഈ ഗിവ് അവേയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം, താങ്ക് യു.